അരി അരയ്ക്കാതെ അരിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും പാലപ്പവും തയ്യാറാക്കിയാലോ. അതിനുള്ള മാവ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. തലേ ദിവസം രാത്രി നമുക്കിതുപോലെ കിടക്കുന്നതിന് മുൻപേ റെഡിയാക്കി വെച്ചാൽ മതിയാവും. വളരെ ഈസിയാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും പാലപ്പവും ഒക്കെ നമുക്ക് തയ്യാറാക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതേ നമ്മളിപ്പോൾ അരി പൊടിയെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അവലോടെ ചേർത്ത് കൊടുക്കുക. അവൽ ഞാൻ എടുത്തിരിക്കുന്നത് തിന്നവലാണ്. അത് കാരണം ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്നത് കട്ടിയുള്ള അവലാണെങ്കിൽ മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം മാത്രം നമുക്ക് പൊടികളോടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. അവലൊക്കെ ഒന്ന് കുതിരത്തക്ക രീതിയിൽ. നല്ല കളറായിരിക്കും ഇത്. ഈ അരിപ്പൊടിയും അവലും ഒക്കെ അല്ലേ, അതുകൊണ്ട് തേങ്ങയുടെയൊക്കെ നല്ല കളർ കിട്ടും. നല്ല വെളുത്ത പൂ പോലെ ഇതായിട്ടുള്ള അപ്പം നമുക്കിതുകൊണ്ട് തയ്യാറാക്കാം. അപ്പം ഉണ്ടാക്കി പലർക്കും ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് അരിയൊന്നും അരയ്ക്കാതെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല അതിന്. രാവിലെ നമുക്ക് അപ്പം റെഡിയാക്കാം. അരയ്ക്കാവുന്ന ഒരു പാകത്തിൽ വെള്ളം ഒഴിക്കുക. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. പൊടിയും തിന്നവലും ഒക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് അരയ്ക്കാൻ പറ്റും. വെള്ളം വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് അരയാനുള്ള വെള്ളം കൂടെ കുറച്ച് വെള്ളം കൂടെ അരച്ചു കൊടുക്കുക. അതിന് പ്രത്യേകിച്ചൊരു കണക്കില്ല, പൊടിയുടെ ഒക്കെ ഇതനുസരിച്ചിരിക്കും. ഞാനിത് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനും ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഇനിയും ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇപ്പം രാവിലെ നോക്കിയിട്ട് ബാക്കി മിക്സ് ചെയ്താൽ മതിയാവും. കുറച്ച് തിക്കായിട്ട് കലക്കി വയ്ക്കുക. അത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കണം. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് ഇളക്കി വയ്ക്കാം. നല്ല പുളിയാവും. അപ്പോഴത്തേക്ക് രാവിലെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന പോലെ പൊങ്ങി വരികയില്ല, എന്നാൽ തന്നെ നല്ല മയം ഉണ്ടാകും മാവിന്. അടച്ചത് ഓവർനൈറ്റ് നമുക്ക് പുളിപ്പിക്കാനായിട്ട് അങ്ങ് വെക്കുകയാണ്. രാവിലെയായി നമുക്കിനി ദോശക്കല്ല് ചൂടായി വരുമ്പോൾ ഇത് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. അധികം പരത്തണ്ട, കുറച്ച് നൈസായിട്ട് നമുക്കിത് മാവൊഴിച്ച് ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കുണ്ട് ഹോൾസൊക്കെ വന്നു തുടങ്ങി. നിറയെ ഹോൾസൊക്കെ വരുന്നുണ്ട്.
അപ്പം ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും ഞാൻ ആദ്യം തേച്ച് കൊടുത്തിട്ടില്ല. ഇരുമ്പിൻ്റെ ആണെങ്കിൽ ദോശക്കല്ലാണെങ്കിൽ നമുക്ക് ആദ്യം അല്പം എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്, ഹോൾസൊക്കെ നിറയെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അല്പം എണ്ണ തേച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ അപ്പം. ഇത് എടുത്ത് മാറ്റാം. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് അപ്പം തയ്യാറാക്കാം. എന്നും ഇഡ്ഡലി ദോശയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾ. നമുക്കിതേ ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് അപ്പച്ചട്ടിക്കകത്ത് പാലപ്പം പോലെ നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാവിനകത്തേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സാധാരണ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തയ്യാറാക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോണ്ട് നിറയെ ഹോൾസൊക്കെ വരും. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരേ ബാച്ച് കൊണ്ട് നമുക്ക് 2 ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. തിന്നാണ്, വളരെ തിന്നായിട്ടുള്ള പാലപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പം ചൂടുമ്പോൾ നമ്മളെപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത്രയേ ഉള്ളൂ. അതൊന്നും അതുപോലെ കുറേശ്ശെ കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എത്ര ഈസിയല്ലേ. നമ്മളെവിടെയൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് ചിലപ്പോൾ അരി അരയ്ക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പൊട്ടറ്റോ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഇത്. പിന്നെ അധികം വരുന്ന മാവുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ ഇതേ സോഫ്റ്റായിട്ടുള്ള അപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ അരി പൊടി കൊണ്ടുണ്ടാക്കിയ പാലപ്പം, അപ്പം, ഇതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ ചെയ്ത സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ്.